ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓൾട്രേഷനാണ് ചെയ്യുന്നത്. അതായത് സ്ലിറ്റ്. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചു. ആ ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് സ്ലിറ്റ് നിൽക്കുന്നില്ല, നമുക്ക് ഇറക്കം കുറവാണ്. നമ്മൾ തയ്ച്ചത് ആയിരിക്കും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് മേടിച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾട്രേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ തയ്പ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ തുണി 250 രൂപ മീറ്റർക്ക് വിലയുള്ള തുണിയാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ്, ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ്, ഇതെല്ലാം കൂട്ടി ഒരു 10,200 രൂപ വരെ മുടക്കിയ ഒരു ഡ്രസ്സാണ്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ഇറക്കവും കുറവാണ്. സ്ലിറ്റാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്ത് ആ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്. അതൊരു എക്സ്ട്രാ ആയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കും. നമ്മൾ നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര വൃത്തികേടായിരിക്കും ആ ഒരു സ്ലിറ്റ് ഭാഗം. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, നീ തയ്ക്കുന്ന ആളല്ലേ, നീ അത് ഓൾട്ടർ ചെയ്ത് നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിതിന് ഇറക്കം പോരാ, എനിക്ക് ഇറക്കം വേണം. പിന്നെ എനിക്ക് സ്ലിറ്റ് ഒത്തിരി ലൂസാണ് എനിക്ക്. പിന്നെ ചെസ്റ്റ് ഭാഗം അത്രയ്ക്ക് കുഴപ്പമില്ല. കൈ കുറച്ച് ഇറക്കം, കുറച്ച് ഞാൻ ഇത്ര ഇറക്കത്തിലിടില്ല, കുറച്ച് ഇറക്കം എനിക്ക് കുറയ്ക്കണം. അങ്ങനെ ഇതിനെ അത്യാവശ്യം ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ലിറ്റുള്ള ഒരു ചുരിദാറാണ് ഇതിൻ്റെ ഒപ്പം എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്ത് വരുന്നത് ഇറക്കം എനിക്കൊരു 22-23 ഞാൻ സ്ലിറ്റ് ഇടുന്നത്. ഞാൻ ഒത്തിരി കയറ്റി ഇടാറില്ല, കുറച്ച് ഇറക്കിയാണ് ഇടുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം അത് വലിയ കുഴപ്പമില്ല, ഇറക്കം കുഴപ്പമില്ല. പക്ഷേ ആ സ്ലിറ്റിൻ്റെ വീതി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു 47 കിട്ടിയാൽ മതി. ഒരു 48 ആയാലും ഓക്കെയാണ്. പക്ഷേ 47 ആണെങ്കിലും എനിക്ക് അവിടെ അത്ര ടൈറ്റായിട്ട് വരില്ല. അപ്പം നമുക്ക് ആ ഒരു അളവ് നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു അളവ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഈ തുണിയെ നല്ല പോലെ ഒന്ന്, അപ്പോൾ ഇതിൻ്റെ ഇറക്കം എനിക്ക് കുറവാണ്. ഈ ഡ്രസ്സിൻ്റെ ഇറക്കം നല്ല പോലെയുണ്ട്. എനിക്ക് ഇത്ര ഇറക്കത്തിലാണ് ഞാൻ സ്ലിറ്റ് ചുരിദാറിൻ്റെ ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ കുറച്ച് ഇറക്കവും കൂട്ടണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു അടയാളം കൊടുത്തിട്ട് ഞാൻ ആ കുനുപ്പ് ഭാഗം വെട്ടുന്നുണ്ട്. കുനുപ്പ് ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ഞാൻ വെട്ടാൻ നോക്കി. അപ്പോൾ പിന്നെയാണ് ഓർത്തത് ഇത് നമുക്ക് അഴിക്കണം. ഇതിൻ്റെ സ്ലിറ്റ് ഭാഗം നമ്മൾ അഴിച്ചെടുക്കണം. സ്ലിറ്റ് ഭാഗം അഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ തേച്ചെടുക്കണം. തേച്ചെടുത്താൽ മാത്രമേ അത് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്ലിറ്റിൻ്റെ ഇതെല്ലാം അഴിച്ചെടുത്ത് ഞാൻ നല്ലപോലെ തേച്ചെടുത്തത് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അളവ് നമുക്ക് കറക്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒരു 23 ഞാനൊരു 11.75 ഞാൻ അളവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു അടയാളം കൊടുക്കാം. ഇനി നമുക്ക് താഴ്വശം നമുക്ക് നോക്കാം. എന്നിട്ട് ആ സ്ലിറ്റിൽ നമുക്ക് ആവശ്യമുള്ള സ്ലിറ്റ്, നമുക്ക് എത്രയാണോ സ്ലിറ്റ് വേണ്ടെങ്കിൽ ആ ഒരു അടയാളത്തിൽ നമുക്ക് മുകളിലോട്ട് തയ്ക്കാനുള്ള, അതായത് നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാൻ ഒരു 3/4 ഇഞ്ചെങ്കിലും വേണം. അതും കൂടെ നമുക്ക് വേണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ അടയാളം കൊടുത്തിട്ട് നമുക്ക് ആ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളതങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി കൈ ഞാൻ ആ ഒരു മടക്കി തയ്ച്ചതങ്ങ് കട്ട് ചെയ്ത് കളയാണ്. എനിക്കൊരു 13ഓളം എനിക്ക് മതി. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കത്തിൻ്റെ എക്സ്ട്രാ കൂട്ടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മടക്കി കാണിക്കുന്നുണ്ട്. ഇത്രയും ഒരു 6-7 ഇഞ്ചോളം എനിക്ക് ഇനിയും എക്സ്ട്രാ ഇതിൻ്റെ ഇറക്കം വേണം. അപ്പോൾ ഞാൻ ഇറക്കം കൊടുക്കാനായിട്ട് ഞാനിതൊരു പിങ്ക് കളർ തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈനിങ് അല്ല, എങ്കിലും അത്യാവശ്യം വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, സിമ്പിൾ ഒരു തുണിയാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചടിച്ചിട്ട് ഇത് മാത്രം അടിക്കുകയല്ല, ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ഡബിൾ കളർ, അതായത് ഒരു പിങ്കും ഒരു ക്രീം കളറും ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ മുകളിൽ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കത്തിന് അങ്ങനെയായി. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ലേസുകൾ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കയ്യിലും നെഞ്ച് ഭാഗത്ത് ഞാൻ ചെറിയൊരു ഡിസൈനും കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു യോക്ക് ഭാഗം വരെ, അതായത് ഒരു മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് വരെ എടുത്തിട്ടുള്ള ഇതാണ് ഫ്രണ്ട് ഭാഗം. കയ്യെ വെട്ടിയെടുത്ത് അതിൻ്റെ തുമ്പത്ത് വെച്ചടിച്ചിട്ടുള്ള ചെറിയ ലേസാണിത്. ഇറക്കം ഭാഗം ഇതാണ്. ഇത്രയ്ക്ക് ഇറക്കം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് സ്ലിറ്റ് ഭാഗമാണ്. അപ്പോൾ സ്ലിറ്റ് ഭാഗം അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് നമ്മൾ അടിച്ചിട്ടുള്ള സ്ലിറ്റ് ഭാഗമാണ് ഇത്. നമുക്ക് അധികം ലൂസും അല്ല, എന്നാൽ അത്രയും ടൈറ്റും അല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓൾട്ടർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇട്ട് കണ്ട ആ ഡ്രസ്സും ഓൾട്ടർ ചെയ്തതിന് ശേഷം ഇട്ട് കണ്ട ഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സ്ലിറ്റൊക്കെ ചെറുതാക്കാനും കയ്യെ അല്ലെങ്കിൽ ബോഡി ഒക്കെ നമുക്ക് എന്തെങ്കിലും ഓൾട്ടർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.